ഇന്ത്യൻ ഹെറ്ററോഡോക്സ് ഫിലോസഫിയിലെ ബുദ്ധിസം, ജൈനിസം, ചാർവാക എന്നീ സിസ്റ്റങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ജൈനിസം എന്ന് പറയുന്ന ഹെറ്ററോഡോക്സ് സ്കൂളിനെ പറ്റിയിട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൈനിസത്തിലെ പ്രധാന ടോപ്പിക്കുകളായിട്ടുള്ള അനേകാനന്ദവാദ, സ്യാദ്വാദ, ത്രിരത്നാസ്, പഞ്ചമഹാവ്രതങ്ങൾ എന്നിവയെ പറ്റിയാണ്. ജൈനിസം ജീന എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ജൈനിസം എന്നുള്ള പദം വന്നത്. 24 തീർത്ഥങ്കരാസ് ആണ് ജൈനിസത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ജൈനിസത്തെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയത് 24ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള വർദ്ധമാന മഹാവീരയാണ്. ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനാണ്. ജൈൻ സ്ക്രിപ്ചേഴ്സിനെ അഗമാസ് എന്നാണ് അറിയപ്പെടുന്നത്. അഹിംസ പരമോധർമ്മ എന്നതാണ് ജൈനിസത്തിന്റെ പ്രധാന തത്വം. ജൈനിസം ഫോളോ ചെയ്യുന്നവരെ നമുക്ക് രണ്ടായി തിരിക്കാം: ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും. വെളുത്ത വസ്ത്രം ധരിച്ചവരെയാണ് ശ്വേതാംബരന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദിക്കുകളെ വസ്ത്രമായി ധരിച്ചവർ എന്നാണ് ദിഗംബരന്മാർ അറിയപ്പെടുന്നത്. ജൈനിസത്തിലെ മെറ്റാഫിസിക്കൽ തിയറിയാണ് അനേകാനന്ദവാദം. അനേക് എന്നാൽ മെനി എന്നും അന്ത എന്നാൽ എൻഡ് എന്നാണ് മീനിങ് എങ്കിലും ജൈനിസത്തിൽ ധർമ്മ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. വാദ എന്നാൽ ഡോക്ട്രൈൻ എന്നുമാണ് മീനിങ്. അതായത് അനേകാനന്ദവാദ എന്നാൽ ഡോക്ട്രൈൻ ഓഫ് ദ പ്ലൂറാലിറ്റി ഓഫ് റിയാലിറ്റി, അല്ലെങ്കിൽ ഡോക്ട്രൈൻ ഓഫ് ഇൻന്യൂമറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിയാലിറ്റി, അല്ലെങ്കിൽ മെനി സൈഡ്നെസ് ഓഫ് റിയാലിറ്റി. ആ പേര് പോലെ തന്നെ അനേകാനന്ദ എന്നാൽ സത്യത്തിന്റെ പല മുഖങ്ങൾ, അല്ലെങ്കിൽ സത്യത്തിന്റെ ആ ഒരു പ്ലൂറാലിറ്റിയാണ് കാണിക്കുന്നത്. അനേകാനന്ദവാദ സ്റ്റേറ്റ്സ് ദാറ്റ് there are innumerable material objects in the world and these objects have innumerable qualities and characteristics. അതായത് ഈ ഭൂമിയിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത വിധത്തിലുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഉണ്ടെന്നും അതിനൊക്കെ അതുപോലെ തന്നെ ഫിനൈറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസും ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകളെല്ലാം ടൈമിലും സ്പേസിലുമായി ബൈൻഡ് ചെയ്ത് കിടക്കുകയാണ്, ലിമിറ്റായി കിടക്കുകയാണ്. ഭാഗികമായ അറിവ് മാത്രമാണ്, അല്ലെങ്കിൽ പാർഷ്യമായിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് നമുക്കുള്ളത്. ഇങ്ങനെ ഭാഗികമായിട്ടുള്ള ഈ അറിവിനെയാണ് ജൈനിസത്തിൽ നയ എന്ന് പറയുന്നത്. അനേകാനന്ദവാദ ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് റെക്കഗ്നൈസസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് റിയാലിറ്റി. ഇറ്റ് അക്നോളജസ് ദാറ്റ് റിയാലിറ്റി ഈസ് മൾട്ടിഫേസഡ് ആൻഡ് ദാറ്റ് ക്യാൻ ബി സീൻ ഫ്രം ഡിഫറെന്റ് പെർസ്പെക്ടീവ്. അനേകാനന്ദവാദ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ സത്യം എന്നത് പറയുന്നത് നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് ജൈനിസത്തിലെ അനേകാനന്ദവാദ പറയുന്നത്. അതുകൊണ്ട് തന്നെ റിയാലിറ്റിക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സും ആസ്പെക്ട്സും ഉണ്ടെന്നാണ് അനേകാനന്ദവാദ പറയുന്നത്. അതായത് റിയാലിറ്റിക്ക് നമുക്ക് അറിയാവുന്നതിനപ്പുറം ഇൻഫിനിറ്റ് ആയിട്ടുള്ള സത്യമുണ്ടെന്നും അതിന് ഒറ്റ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല എന്നുമാണ് അനേകാനന്ദവാദ വിശദീകരിക്കുന്നത്. അനേകാനന്ദവാദ വ്യക്തികളെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ്, അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസ പ്രമാണങ്ങൾ കുറച്ചും കൂടെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുവാനും അതിനോടുള്ള സഹിഷ്ണുത കാണിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ യൂണിവേഴ്സ് എന്നത് കോംപ്ലക്സ് ആണെന്നും മൾട്ടിഫേസ്ഡ് ആണെന്നും സത്യത്തിന് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സും പെർസ്പെക്റ്റീവ്സും ഉണ്ടെന്നാണ് അതിനെ നമുക്ക് ഒരു നിശ്ചിത സമയത്തിലോ ഒരു സ്പേസിലോ നിന്നുകൊണ്ട് തിരിച്ചറിയാനാകില്ല എന്ന് അനേകാനന്ദവാദ പറയുന്നു. അടുത്തത് സ്യാദ്വാദ, തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് നോളജ്. ജൈനിസത്തിലെ ലോജിക്കൽ ആൻഡ് എപ്പിസ്റ്റമോളജിക്കൽ തിയറിയാണ് സ്യാദ്വാദ. സ്യാദ് എന്ന വാക്കിന് മേ ബി എന്നും മീനിങ് ഉണ്ട്. എന്താണ് സ്യാദ്വാദ? എവറി നോളജ് ഈസ് റിലേറ്റീവ്. ഓൾ അവർ ജഡ്ജ്മെന്റ്സ് ക്യാൻ നെവർ ബി ആബ്സല്യൂട്ട്ലി അഫർമേറ്റീവ് ഓർ നെഗറ്റീവ് ബട്ട് ഓൺലി റിലേറ്റീവ്. നമ്മുടെ അറിവുകളെല്ലാം റിലേറ്റീവ് ആണ് എന്നാണ് സ്യാദ്വാദ പറയുന്നത്. അതായത് ഒരറിവിനെ നമുക്ക് പൂർണ്ണമായി ശരിയാണെന്നോ തെറ്റാണെന്നോ ഉറപ്പിച്ച് പറയാനാകില്ല. സ്യാദ്വാദയുടെ ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് 6 അന്ധന്മാർ ആനയെ കാണാൻ പോയ കാര്യമാണ്. ആദ്യത്തെ അന്ധൻ ആനയുടെ തുമ്പിക്കൈ പിടിച്ചു നോക്കി, രണ്ടാമത്തെ അന്ധൻ ആനയുടെ ചെവി പിടിച്ചു നോക്കി, മൂന്നാമത്തെ അന്ധൻ ആനയുടെ കാലുകൾ, നാലാമത്തെ അന്ധൻ ആനയുടെ വാല് പിടിച്ചു നോക്കി, അഞ്ചാമത്തെ അന്ധൻ ആനയുടെ വയറിൽ പിടിച്ചു നോക്കി, ആറാമത്തെ അന്ധൻ ആനയുടെ മറ്റൊരു കാലിൽ പിടിച്ചു നോക്കി. ഇങ്ങനെ പല അന്ധന്മാരും പല വശങ്ങളിലൂടെ ആനയുടെ പല ഭാഗങ്ങളിലായി തൊട്ടു നോക്കുകയും അവർക്കെല്ലാം ആറാമത്തെ അന്ധൻ ആനയുടെ കൊമ്പ് പിടിച്ചു നോക്കി. ഇങ്ങനെ പല അന്ധന്മാരും പല ഭാഗങ്ങളിലായി തൊട്ടത് കൊണ്ട് തന്നെ അവർ ആനയെ അറിഞ്ഞത് പല രീതിയിലാണ്. തുമ്പിക്കൈയിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു പാമ്പായാണ് തോന്നിയത്. എന്നാൽ കാലുകളിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു തൂണിനെ പോലെയാണ് മനസ്സിലായത്. എന്നാൽ വയറിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു ഭിത്തിയെ പോലെയാണ് മനസ്സിലായത്. ചെവിയിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു ഫാനായിട്ടാണ് തോന്നിയത്. ഇതുപോലെ 6 അന്ധന്മാരും 6 രീതിയിലാണ് ആനയെ മനസ്സിലാക്കിയത്. എന്നാൽ ആന ഇതൊന്നുമല്ല എന്നത് കാഴ്ചയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാകൂ. ഇതുപോലെ തന്നെയാണ് സ്യാദ്വാദി. അതായത് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ അത് റിലേറ്റീവ് ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതുകൊണ്ട് തന്നെ സപ്തഭംഗി നയം എന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് 7 ഫോംസ് ഓഫ് ജഡ്ജ്മെന്റ്. സ്യാദ് അസ്തി, റിലേറ്റീവ്ലി എ തിങ് ഈസ് റിയൽ. സ്യാദ് നാസ്തി, റിലേറ്റീവ്ലി എ തിങ് ഈസ് നോട്ട് റിയൽ. സ്യാദ് അസ്തി നാസ്തി, റിലേറ്റീവ്ലി ഈസ് റിയൽ ആൻഡ് അൺറിയൽ. സ്യാദ് അവ്യക്തവ, റിലേറ്റീവ്ലി ഈസ് ഇൻഡിസ്ക്രൈബിൾ. സ്യാദ് അസ്തിക അവ്യക്തവ, റിലേറ്റീവ്ലി ഈസ് indescribable. Relatively, a thing is real and indescribable.
സ്യാത് നാസ്തിക അവ്യക്തഃ. റിലേറ്റീവ്ലി എ തിങ് ഈസ് അൺറിയൽ ആൻഡ് ഇൻഡിസ്ക്രൈബിൾ. സ്യാത് അസ്തിക നാസ്തിക അവ്യക്തഃ. റിലേറ്റീവ്ലി എ തിങ് ഈസ് റിയൽ, അൺറിയൽ ആൻഡ് ഇൻഡിസ്ക്രൈബിൾ. ഇതാണ് 7 ഫോംസ് ഓഫ് ജഡ്ജ്മെന്റ്. അടുത്തതായത് ജൈനിസത്തിലെ എത്തിക്സ്. ജൈൻ എത്തിക്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ത്രിരത്നാസും പഞ്ചമഹാവ്രതാസുമാണ്. ത്രിരത്നാസ് എന്നത് ജൈനിസത്തിലെ റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ എന്നിവയാണ്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. രണ്ടാമത്തത് പഞ്ചമഹാവ്രതാസാണ്. അഹിംസ, സത്യ, അസ്തേയ, അപരിഗ്രഹ, ബ്രഹ്മചര്യ. ഇവ 5ഉമാണ് പഞ്ചമഹാവ്രതാസ് ആയി പറയുന്നത്.